അക്സറു അദാബിൽ ഖബരി മിനൽ ബൗൽ, ഖബറിലെ ശിക്ഷയിൽ അധികവും മൂത്രത്തിന്റെ പേരിലാണ്. ശുദ്ധി വരുത്താത്തത് നമ്മളെ സമൂഹം ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. തിരക്കൊന്നും അവിടെ പാടില്ല. അവിടെ പറയുന്ന നിബന്ധനകളും കാര്യങ്ങളൊക്കെ നല്ലോണം പരിഗണിച്ച് വേണം ശുദ്ധി വരുത്താൻ. ശരീരത്തിന്റെ പ്രകൃതി അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ രൂപമായിരിക്കും. ചിലർക്ക് ഒരൊറ്റ ഇരുത്തത്തിൽ തന്നെ മൂത്രം മുഴുവനായിട്ട് പോയിക്കൊള്ളണമെന്നില്ല. അവരൊക്കെ വേണ്ട രൂപത്തിൽ ഇസ്തിബ്റാ നടത്തണം. എഴുന്നേറ്റ് ഇരിക്കേണ്ടവർ മൂത്രത്തുള്ളികൾ എവിടെയും ആകാതെ എഴുന്നേറ്റ് ഇരുന്ന് സാവകാശം മൂത്രത്തുള്ളികൾ മുഴുവനും മുറ്റിക്കണം. പെട്ടെന്ന് എല്ലാം കഴിഞ്ഞു എന്ന് കരുതി നമ്മൾ തിരിച്ചു പോരുന്ന സന്ദർഭത്തിലാണ് ബാക്കിയുള്ളതൊക്കെ നിസ്കരിക്കാൻ പോകുന്ന ആ ഡ്രസ്സിലേക്ക് അല്ലെങ്കിൽ ആ ശരീരത്തിലേക്ക് ഒന്നോ രണ്ടോ തുള്ളിയായിട്ട് ആ നനവൊന്നും ബോധ്യപ്പെടാണ്ടാകൂല തെറിച്ചു വീഴുന്നത്. നിസ്കരിച്ച നിസ്കാരങ്ങൾ സകലതും നജസിലൂടെ ആയതുകൊണ്ട് എഴുതപ്പെടാനോ പരിഗണിക്കപ്പെടാനോ പറ്റുന്ന രൂപത്തിലൊന്നും ഇല്ലാതായി മാറും. കുറേ കാലം ഖബറിൽ ഇങ്ങനെ ഒരാളെ ശിക്ഷിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല ഒരടിമയെ ഖബറിൽ 100 അടി അടിച്ച് ശിക്ഷിക്കാൻ കൽപ്പിച്ചു. അങ്ങനെ ആ മനുഷ്യനെ കുറേ കാലം അങ്ങനെ ശിക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം അദ്ദേഹം ചോദിച്ചു മലക്കുകളോട്, ലിമാദാ ജലത്തുമൂനി, എന്തിനാ നിങ്ങൾ എന്നെങ്ങനെ അടിക്കുന്നത്? ഓരോ ദിവസവും 100 അടി ഇങ്ങനെ അടിക്കുകയാണ്. അപ്പൊ മലക്കുകൾ പറഞ്ഞ മറുപടി, ഇന്നക സ്വല്ലൈത സ്വലാതൻ ബിഗൈരി തഹൂർ, ശരിയായ ശുദ്ധി വരുത്താതെ ഒരു നിസ്കാരം നീ നിസ്കരിച്ചില്ലേ, ഒരു നിസ്കാരം നീ നിസ്കരിച്ചില്ല ശരിയായ ശുദ്ധി വരുത്താതെ. മലക്കുകൾ കൊടുത്ത മറുപടിയിൽ ഒന്നാമത്തത്, ശുദ്ധി വരുത്താതെയാണ് നിന്റെ നിസ്കാരം. ശരിയായ നിലക്ക് നമ്മൾ ശ്രദ്ധിക്കണം. കുളിച്ച് ശുദ്ധി വരുത്തേണ്ട ആളുകൾ നിയ്യത്ത് മറക്കാതെ, കുളിയുടെ ഭാഗങ്ങൾ ഷർത്തും ഫർളും ഒന്നും മറക്കാതെ കൃത്യമായിട്ട് നിർവഹിച്ചുകൊണ്ട് വേണം നിസ്കാരത്തിലേക്ക് നിൽക്കാൻ. വളരെ സൂക്ഷ്മതാ വിഷയത്തിൽ വേണം. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഏറ്റവും അധികം പേടിയോടെ നിർവഹിക്കുന്ന ഒന്നാണ് ഗുസ്ലുൽ ജനാബ, ജനാബത്തിന്റെ കുളി. അത്ര പേടിയുള്ള ഒരു കാര്യം അലി റളിയല്ലാഹു അൻഹു വേറല്ല. ജനാബത്തിന്റെ കുളി വളരെ കാര്യഗൗരവത്തോടെ നിർവഹിക്കുന്ന ഒരു അമലാണ്. കാരണം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം ചേരുക എന്നുള്ളൊരു വിഷയമല്ലേ. നമുക്ക് നനഞ്ഞു തോന്നും, എന്നാലും അവിടെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് എല്ലാ ഭാഗങ്ങളും ഒന്ന് നോക്കി, ഒന്ന് വെള്ളം ചേരാത്തിടത്തൊക്കെ വെള്ളം ചേർത്തി നല്ലവണ്ണം ശ്രദ്ധിച്ച് നല്ലൊരു മനസ്സിനൊരു നല്ല ഉറച്ച വിശ്വാസം വരുന്നവരെ ആ രൂപത്തിൽ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാട്ടിക്കുട്ടിയെ പോരാ. ഉളുവൊക്കെ എടുക്കുമ്പോൾ ഉളുവിന്റെ ഫർള് വീടാൻ ചില ഭാഗങ്ങൾ നിർബന്ധമായിട്ടും കഴുകണമെന്ന് പറഞ്ഞത് അതാ തൊഹൂറില്ലാതെ നിസ്കരിച്ചു എന്നാ പറഞ്ഞത്. നീ എടുത്ത ഉളുവായിട്ടില്ല, കുളിച്ച കുളിയായിട്ടില്ല.